എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാഗി ബാൾസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നൂഡിൽസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കിഡിലൻ ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഒരു 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നല്ല തിക്കായിട്ടുള്ള ഒരു പരുവത്തിലുള്ള മാവാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ സുഗിയനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പോൾ ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കുന്ന സമയം തന്നെ മാഗി കുക്ക് ചെയ്യാൻ വെച്ചാൽ മതി. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതേപോലെ മാഗിയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറണം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പ്രയാസമാവുമല്ലോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി ചെറിയ ബാൾസാക്കി മാറ്റണം. അപ്പോൾ എത്ര വലുപ്പത്തിലുള്ള ബാളെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ ഇപ്പോൾ രണ്ടെണ്ണമൊക്കെ ഉരുട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ ആ മസാല പിടിച്ചിട്ട് പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പ്രയാസം തോന്നും. അപ്പോൾ കൈ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ഈ മാഗി സാധാ കുക്ക് ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടില്ല. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. വെള്ളം അതേപോലെ ഇതിലുള്ള പൊടിയും മാഗി മാത്രമേ ഉള്ളൂ. വേറെ അഡീഷണൽ ആയിട്ടൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് അതേപോലെ നമുക്ക് എല്ലാതും ബോൾസാക്കി എടുക്കാം. അപ്പോൾ എത്ര മാഗിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കുക. ഞാനിവിടെ ചെറിയൊരളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളത് ബാറ്റർ റെഡിയാക്കുക. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാതും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടാവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് മറിച്ചിടുമ്പോഴൊക്കെ തീ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇടുമ്പോൾ എന്തായാലും നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും അധികം വെസ്റ്റീജിൻ്റെ ബ്രാൻ ഓയിൽ കൊണ്ട് തന്നെയാണ് കാണിക്കൽ. അത് ഞങ്ങളിപ്പോൾ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ തന്നെയാണ്. നല്ല ഹെൽത്തിയാണ്. അതേപോലെ കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ്. തടി കുറയാനും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല. പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കൊന്നുമില്ല. അപ്പോൾ ഉപ്പേരി വെക്കുമ്പോഴും ഒക്കെ അത് തന്നെയാണ് എടുക്കൽ. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണലുണ്ടാവും. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 2 എണ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയും അതേപോലെ എണ്ണയും കൂടിയും ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ 2 എണ്ണമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ എപ്പോഴും ഒരു കുഴിയുള്ള പാത്രം പോലെ എടുക്കുന്നതാണ് നല്ലത്. പരന്ന പാത്രമാണെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടി വരുമല്ലോ. അപ്പോൾ കുഴിഞ്ഞ പാത്രമാണെങ്കിൽ കുറച്ച് എണ്ണ മതിയാവും. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഇത് ഞാനിനി മുറിച്ച് കാണിച്ചു തരാം. പുറമേയൊക്കെ സുഗിയൻ്റെ ഒക്കെ ഒരു പോലെ തന്നെയാണ് കേട്ടോ. സുഗിയൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ഇതാ മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല നൂഡിൽസൊക്കെ ഉള്ളിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകും. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും ഈ സ്നാക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് കട്ടൻ ചായൻ്റെ ഒക്കെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.